ലോക നേതാക്കൾക്കിടയിൽ വ്യക്തമായ നയതന്ത്രം പ്രയോഗിക്കുന്നതിൽ കാലനാണ് നരേന്ദ്രമോദി എന്ന് തന്നെ പറയാം. പുതിയ കാര്യങ്ങൾ ട്രെൻഡാക്കാൻ നരേന്ദ്രമോദിക്കുള്ള സാമർഥ്യം ഒന്നുവേറെ തന്നെയാണ്. നരേന്ദ്രമോദിയുടെ കാർ പൂൾ നയതന്ത്രമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഒരേ കാറിലെ യാത്രകൾ അനൗപചാരിക ചർച്ചകൾക്കായി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇതിലൂടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തുടക്കം പുടിനിൽ 2025 ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ദില്ലി സന്ദർശന വേളയിലാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. അതിലൂടെ പുടിനും മോദിയും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢത ലോകത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. 2025 സെപ്റ്റംബറിൽ നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ചൈനയിൽ വെച്ച് പുടിനും മോദിയും ഒരേ കാറിൽ സഞ്ചരിച്ച് ചർച്ചകൾ നടത്തി. അന്ന് മോദിയുടെ വരവിനായി പുടിൻ കാറിൽ കാത്തിരിക്കുകയും ചെയ്തു. മോദിയുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായിരുന്നു ഈ യാത്ര എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടിരുന്നു. പുടിനുമായി നടത്തിയ ആ കാർ യാത്രയ്ക്ക് ശേഷം വീണ്ടും മോദിയുടെയും ലോക നേതാക്കളുടെയും കാർ യാത്ര ചർച്ച ചെയ്യപ്പെടുമ്പോൾ എന്താണ് ഈ കാറിനുള്ളിലെ നയതന്ത്രം എന്നതുകൊണ്ട് നരേന്ദ്രമോദി അർത്ഥമാക്കുന്നത് എന്ന ചോദ്യവും കൂടി ലോകം ചർച്ച ചെയ്യുകയാണ്. ലോക നേതാക്കൾക്കിടയിൽ വിശ്വാസവും വ്യക്തിപരമായ ബന്ധവും ഒരേ സമയം ഊട്ടി ഉറപ്പിക്കപ്പെടുന്നതിന്റെ സൂചനയായി ഈ കാർ ഡിപ്ലോമസിയെ വ്യാഖ്യാനിപ്പിക്കാം എന്നും പറയപ്പെടുന്നുണ്ട്. കാർ നയതന്ത്രം പതിവാക്കി മോദി. ശേഷം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർട്സ് എന്നിവരുടെ ഇന്ത്യ സന്ദർശന വേളയിലും മോദി കാർ നയതന്ത്രം തുടർന്നു. രണ്ട് നേതാക്കളും ആദ്യമായി ഇന്ത്യയിൽ എത്തിയപ്പോഴായിരുന്നു മോദിയുടെ സൗഹൃദം പങ്കിടൽ. അതേസമയം ജോർദാനിലെ സന്ദർശന വേളയിൽ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ ജോർദാൻ മ്യൂസിയത്തിലേക്ക് പ്രധാനമന്ത്രി മോദിയെ തന്റെ കാറിലാണ് ഒപ്പം കൂട്ടിയത്. അതിനുശേഷം എത്യോപ്യയിൽ എത്തിയപ്പോഴും പ്രധാനമന്ത്രി അബി അഹമ്മദ് മോദിയുടെ നയതന്ത്രം അതേപടി ആവർത്തിച്ചു. വിമാനത്താവളത്തിൽ നേരിട്ട് സ്വീകരിച്ച് കാറിൽ മോദിയെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. ഒടുവിൽ UAE ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ വെറും 2 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന ഇന്ത്യ സന്ദർശനത്തിലും പ്രോട്ടോകോൾ മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്യാനെത്തിയ നരേന്ദ്രമോദി ഒരേ കാറിൽ ദില്ലി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ടിരുന്നു. ആഫ്രിക്കൻ രാജ്യമായ എത്യോപ്യയിലേക്കുള്ള മോദിയുടെ ആദ്യ സന്ദർശനം നടത്തിയ മോദിയെ സ്വീകരിക്കാനായി പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി നേരിട്ടെത്തുകയായിരുന്നു. അത് കഴിഞ്ഞ് എത്യോപ്യൻ പ്രധാനമന്ത്രി സ്വന്തം കാറിൽ മോദിയും കൂട്ടി ഹോട്ടലിലേക്ക് പോയി. എത്യോപ്യയിൽ എത്തുന്നതിന് മുൻപ് ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമനും പ്രധാനമന്ത്രി മോദിയെ തന്റെ കാറിലാണ് ഒപ്പം കൂട്ടിയത്. ജോർദാനിൽ എത്തിയ മോദിയെ പ്രോട്ടോകോൾ ഒന്നും നോക്കാതെയാണ് ജോർദാനിയൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ സ്വീകരിക്കാൻ എത്തിയത്. ജോർദാനിലെ ഏറ്റവും വലിയ മ്യൂസിയം കാണിക്കാനായി ജോർദാൻ കിരീടാവകാശി മോദിയെ കൂട്ടിക്കൊണ്ടുപോയത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ BMW കാറിലായിരുന്നു. BMW പാസഞ്ചർ സീറ്റിലിരിക്കുന്ന തന്റെ കാർ യാത്രയുടെ ചിത്രങ്ങൾ മോദി പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. 2014 അധികാരമേറ്റതിനു ശേഷം പ്രധാനമന്ത്രിയുടെ ജോർദാനിലേക്കുള്ള ആദ്യ സമ്പൂർണ്ണ സന്ദർശനമായിരുന്നു അത്. 37 വർഷത്തിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ജോർദാനിൽ നടത്തിയ ആദ്യ ഉഭയകക്ഷി യാത്ര. 2014 പ്രധാനമന്ത്രി മോദിയുടെ US സന്ദർശന വേളയിൽ മാർട്ടിൻ ലൂഥർ കിങ് ജൂനിയർ സ്മാരകം സന്ദർശിക്കാനായി അന്നത്തെ US പ്രസിഡന്റ് ഒബാമ തന്റെ സ്ട്രെച്ച് ലിമോസിനിൽ പ്രധാനമന്ത്രി മോദിയെ ക്ഷണിച്ചിരുന്നു. അന്ന് അവർ 10-12 മിനിറ്റ് ആ കാറിൽ യാത്ര ചെയ്തു. മാത്രമല്ല അന്തരിച്ച ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിൻസോ ആബെയുമായി മികച്ച സുഹൃത്ത് ബന്ധമുണ്ടായിരുന്ന മോദി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ 8 കിലോമീറ്റർ ദൈർഘ്യമുള്ള റോഡ് ഷോയിൽ മാരുതി സുസുക്കി ജിപ്സിയിൽ ആബെയോടൊപ്പം യാത്ര നടത്തിയതും നമ്മൾ കണ്ടിട്ടുണ്ട്. മോദിയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അവരുടെ ഔദ്യോഗിക മീറ്റിംഗുകളിൽ പ്രത്യേകിച്ച് 2017 2018 ഒരേ കാറിൽ പലതവണ ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ചൈനയിലെത്തിയ ചൈനയുടെ നേതാക്കളും തിരഞ്ഞെടുത്ത വിദേശ പ്രമുഖരും മാത്രം സഞ്ചരിക്കാനുള്ള ആഡംബരക്കാരായ ഹോങ്കി L5 ലിമോസിനിൽ യാത്ര ചെയ്തതും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. റെഡ് ഫ്ലാഗ് എന്നും അറിയപ്പെടുന്ന ചൈനയുടെ ചെങ്കൊടി കാറിലായിരുന്നു യാത്ര എന്നതായിരുന്നു മറ്റൊരു പ്രത്യേകത. എന്തായാലും മോദിയുടെ കാർ നയതന്ത്രം ലോകത്തും ഒപ്പം ഇന്ത്യയിലും ചർച്ചയാവുകയാണ്. ന്യൂസ് ഡെസ്ക് കർണാസ്.